കണക്ക് കൊണ്ട് കൺകെട്ട് നടത്തുക എന്നുള്ളത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ഏത് ഗവൺമെന്റിനെ സംബന്ധിച്ചും ഈ കാലത്ത് PR വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഫീൽ ഗുഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഗവൺമെന്റുകളെ സംബന്ധിച്ച് അവരുടെ വീണ്ടുമുള്ള തെരഞ്ഞെടുപ്പിനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഇപ്പോൾ കുറേ കണക്ക് നമ്മൾ പ്രസന്റ് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് പ്രസന്റ് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും അതേക്കുറിച്ച് പ്രതിപക്ഷത്തിന് ചോദ്യങ്ങൾ ഉന്നയിക്കാമല്ലോ. അപ്പോൾ ഇത്രയധികം പുതിയ സംരംഭങ്ങൾ വന്നെങ്കിൽ എന്തുകൊണ്ടാണ് അതനുസരിച്ച് GST രജിസ്ട്രേഷൻ കൂടാത്തത് എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ ഒരു പോയിന്റ് ഉണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മുടെ GDP, ഇന്ത്യൻ GDPക്ക്, നമ്മുടെ രാജ്യത്തിന്റെ GDPക്ക് കേരളത്തിന്റെ കോൺട്രിബ്യൂഷൻ കുറെ കാലമായി ഒരേ ഫിഗറിൽ നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ സംരംഭങ്ങൾ വന്നിട്ടും അത് വർദ്ധിക്കാത്തത് എന്ന ചോദ്യം അദ്ദേഹം ചോദിക്കുന്നു. അതിന് വ്യവസായ മന്ത്രി ഉത്തരവും പറഞ്ഞു. അപ്പോൾ കണക്കുകൾ സർക്കാരിന് പറയാം, ആ കണക്കുകൾ ചോദ്യം ചെയ്യാനുള്ള അവകാശം പ്രതിപക്ഷത്തിനും ഉണ്ടല്ലോ. അങ്ങനെ ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ ഉടനെ അവർ സംസ്ഥാന ദ്രോഹിയാവുക എന്ന് പറയുന്നത് ശരിയായ രീതിയായിരിക്കുമോ? അതിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഈ കാര്യത്തിലൊരു രാഷ്ട്രീയ ചർച്ചയാണ് നടക്കുന്നത്. അതിൽ ഉത്തരം പറയാൻ എനിക്ക് ചിലപ്പോൾ കഴിയണമെന്നില്ല. കാരണം ഞാൻ ആ രാഷ്ട്രീയം മനസ്സിലാക്കുന്ന ആളല്ല. അങ്ങനെ ഇത് PR വർക്കാണോ? പക്ഷെ ഒരു മാറ്റം ഞാൻ നേരത്തെ പറഞ്ഞത് സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തെ പറ്റിയാണ്. ഇപ്പോഴത്തെ ചോദ്യം കേരളത്തിലെ വ്യവസായ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട കണക്കിനെ കുറിച്ചാണ്. വ്യവസായ അന്തരീക്ഷത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം എനിക്ക് തരാൻ കഴിയും. കാരണം ഞങ്ങളുടെ കമ്പനി ഈ കോവിഡിന് ശേഷം ഇവർ മിഷൻ 1000 എന്ന പരിപാടി അനൗൺസ് ചെയ്തപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ഇങ്ങനെ 100 കോടി ടേൺ ഓവർ ഉണ്ടാക്കാൻ കഴിയുന്ന കമ്പനിയായി കരുതപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ കൂടി കരുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് മിഷൻ 1000 എന്ന കാറ്റഗറിയിൽ പെടുത്തി ഞങ്ങളുടെ കമ്പനിയെ കൂടി ആ ഗ്രൂപ്പിൽ പെടുത്തി വേണ്ട സഹായങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ എനിക്ക് കണ്ട മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇതിനു മുമ്പ് വളരെ നേരത്തെ MSME രജിസ്ട്രേഷൻ ഉണ്ട്, നമുക്ക് ഉദ്യം രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പോഴൊന്നും എന്നെ ആരെങ്കിലും വിളിച്ച് ഇതിനെപ്പറ്റി അന്വേഷിക്കുകയോ ഇത് എങ്ങനെ പോകുന്നു എന്ന് അന്വേഷിക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷേ ഈ മിഷൻ 1000ലേക്ക് ഞങ്ങളുടെ കമ്പനിയെ കൂടി പരിഗണിച്ചതിന് ശേഷം എനിക്ക് തോന്നുന്നു എല്ലാ ആഴ്ചയിലും ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഞങ്ങളെ വിളിച്ച് ഞങ്ങളുടെ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മെൻറ്ററിങ് ആവശ്യമുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ച് പ്രോയാക്റ്റീവായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നുള്ള ഒരു മാറ്റം ശരിക്കും എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പറയല്ല, എൻ്റെ അനുഭവമാണ്. കാരണം ഞാനിപ്പോൾ ചില സമയത്ത് ഈ ഫോൺ എടുക്കാൻ കഴിയാറില്ല, ഇവരുടെ ഫോൺ കോൾ വരുമ്പോൾ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഇത് ഈ 1000 കമ്പനികളെയാണ് അങ്ങനെ കരുതുന്നതെന്ന് തോന്നുന്നു. ഈ 1000 കമ്പനികളിലും ഇതുപോലുള്ള ഒരു ഇടപെടൽ എനിക്ക് തോന്നുന്നു ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത് മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഞാൻ കമ്പനി തുടങ്ങിയിട്ട് കുറേ അധികം കാലമായി. 2009 തുടങ്ങിയതാണ്. ഉദ്യം രജിസ്ട്രേഷനും MSME രജിസ്ട്രേഷനും ഒക്കെ. ആദ്യം MSME രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു, പിന്നീട് ഉദ്യമായി മാറിയപ്പോഴും നമുക്കിങ്ങനെ ഒരു സംഗതിയൊന്നും, അത് രജിസ്റ്റർ ചെയ്ത് എന്തെങ്കിലും കുഴപ്പം പറ്റി ആരെങ്കിലും വിളിച്ചാൽ പോലും നമുക്ക് സഹായം കിട്ടാത്ത സ്ഥലത്ത് നിന്ന് വലിയൊരു ഈ തരത്തിലേക്കൊരു മാറ്റം ഞാൻ കാണുന്നുണ്ട്. അത് ഈ നമ്പറുകളൊന്നും എനിക്ക് പറയാൻ ഞാൻ ആളല്ല. കാരണം അതിനെപ്പറ്റിയൊക്കെ വ്യക്തമായ ധാരണ തരേണ്ടത് വേറെ ആൾക്കാരാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനൊരു മാറ്റം ഞാൻ കാണുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു കേരളത്തിന് മൊത്തത്തിൽ ഗുണം ചെയ്യാവുന്ന ഒരു സംഗതിയാണ്. കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ മുൻപ് ഉണ്ടായിരുന്ന ഇവിടെ വ്യവസായം തുടങ്ങാൻ അല്ലെങ്കിൽ വ്യവസായം തുടങ്ങാൻ അനുകൂലമായ മണ്ണല്ല എന്നൊരു തോന്നലിൽ നിന്ന് ഉദ്യോഗസ്ഥരൊക്കെ കൂടെ നിൽക്കുന്നു എന്നൊരു തോന്നലുണ്ടാക്കാൻ ഇപ്പോൾ അതിന് ബാക്കി എന്തെങ്കിലും സപ്പോർട്ട് കിട്ടുമോ എന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷേ ഞങ്ങൾ കൂടെയുണ്ട് എന്നൊരു തോന്നലുണ്ടാക്കാനെങ്കിലും ഇപ്പോൾ കഴിയുന്നുണ്ട്. അത് സാവധാനം ആ മാറ്റം കേരളത്തിൽ ദൃശ്യമാണ്. അത് ഏത് ഗവൺമെൻറ് ഭരിച്ചാലും ഇനി അത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ ഇപ്പോൾ ഈ നേരത്തെ ജിൻഡോ പറഞ്ഞതുപോലെയുള്ള വലിയ GST രജിസ്ട്രേഷനോ വലിയ തുകയിലുള്ള ട്രാൻസാക്ഷൻസോ നടന്നിട്ടില്ലെങ്കിലും ഭാവിയിലേക്ക് ഇത് കേരളത്തിന് വലിയൊരു മുതൽക്കൂട്ടാവും. വലിയ മാറ്റങ്ങൾക്ക് ഇത് സഹായം ചെയ്തേക്കാം. തീർച്ചയായും.